അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, പെരുന്നാൾ ദിനത്തിൽ ഒരുങ്ങേണ്ടതിനെ സംബന്ധിച്ച് ഇന്നലെ നാം സംസാരിക്കുകയുണ്ടായി. പെരുന്നാൾ ദിനത്തിൽ തക്ബീർ ചൊല്ലുന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മുടെ ചർച്ച. മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിനങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന് ചെറിയ പെരുന്നാളും മറ്റൊന്ന് ബലി പെരുന്നാളും. രണ്ട് പെരുന്നാൾ രാവുകൾ രാത്രി ഹയാത്താക്കിയാൽ, രാത്രി അവൻ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ചുകൊണ്ട് രാത്രി ഇബാദത്തിൽ മുഴുകിയാൽ എല്ലാ ഹൃദയങ്ങളും മരിക്കുന്ന ദിനം, അതായത് പരലോകത്ത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ സ്ഥാനം നൽകുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് പെരുന്നാൾ രാവുകളും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കേണ്ടതാണ്. തലേ ദിവസം രാത്രി സൂര്യാസ്തമയത്തോടെ പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ തക്ബീർ ചൊല്ലലാണ് ഈ ദിവസത്തിന്റെ സവിശേഷമായ അനുഷ്ഠാനം. അതായത് പെരുന്നാൾ ദിവസത്തിന്റെ സൂര്യൻ അസ്തമിക്കുക എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയാകുമ്പോ ദുൽഹിജ്ജ 9 അന്ന് സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ 10 രാവായി. ആ സൂര്യാസ്തമയത്തോടു കൂടെ തക്ബീർ ആരംഭിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റമദാനാണെങ്കിൽ റമദാൻ 29 മാസം കാണുകയോ അസ്തമിച്ച് മാസം കാണുക, അല്ലെങ്കിൽ 30 പൂർത്തിയായ ആ രാത്രി, അത് ഇമാം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുന്നത് വരെ എല്ലാ സമയത്തും പ്രത്യേക ടൈമുകളില്ല, നിസ്കാരത്തിന് മുമ്പ് ശേഷം ഇങ്ങനെ ഒന്നുമില്ല, എല്ലാ സമയത്തും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. വീട്ടിലും വഴിയിലും പള്ളിയിലും അങ്ങാടിയിലുമൊക്കെ ഉറക്കെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. എന്നാൽ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ ഉറക്കെ ചൊല്ലരുത്. അല്ലാത്തപ്പോൾ മിതമായ ശബ്ദത്തിലാണ് സ്ത്രീകൾ തക്ബീർ ചൊല്ലേണ്ടത്. ഈ തക്ബീറിന് മുർസലായ തക്ബീർ എന്നാണ് പറയപ്പെടുന്നത്. അതായത് നിബന്ധനകളൊന്നുമില്ലാത്ത ഏത് സമയത്തും ചൊല്ലാവുന്ന തക്ബീർ എന്നർത്ഥം. ഈ തക്ബീർ നിസ്കാരാനന്തരം ചൊല്ലുകയാണെങ്കിൽ, അതായത് മുർസലായ ഈ തക്ബീർ നിസ്കാരാനന്തരം ചൊല്ലുകയാണെങ്കിൽ നിസ്കാരത്തിന് ശേഷമുള്ള സാധാരണ ദിക്റുകളും ദുആയും കഴിഞ്ഞതിനു ശേഷമാണ് ചൊല്ലേണ്ടത്. ഹജ്ജ് ചെയ്യുന്നവർ മുർസലായ തക്ബീർ ചൊല്ലേണ്ടതില്ല, അവർ തൽബിയത്തിലാണ് മുഴുകേണ്ടത്. എന്നാൽ പെരുന്നാൾ ദിവസം ളുഹർ മുതൽ ദുൽഹിജ്ജ 13 സുബ്ഹ് വരെ ഓരോ നിസ്കാരാനന്തരവും തക്ബീർ ചൊല്ലുന്നത് ഹാജിമാർക്ക് സുന്നത്താണ്. ഹാജിമാരല്ലാത്തവർ, ഇപ്പൊ നമ്മളെ പോലെ ഇവിടെ ഹജ്ജിന് പോകാതെ നാട്ടിലുള്ള ആളുകൾ, ഹാജിമാരല്ലാത്തവർ ബലിപെരുന്നാളിന്റെ ആ സമയത്ത് അറഫ ദിവസം സുബ്ഹ് നിസ്കരിച്ചത് മുതൽ ദുൽഹിജ്ജ 13 അസ്ർ നിസ്കരിക്കുന്നത് വരെ ഉള്ള എല്ലാ നിസ്കാരങ്ങളുടെയും തൊട്ടുടനെ, അത് ഫർളാവട്ടെ, സുന്നത്ത് നിസ്കാരമാവട്ടെ, റവാത്തിബാവട്ടെ, മുഅക്കദാവട്ടെ, മയ്യിത്ത് നിസ്കാരമാവട്ടെ, ഖളാ വീട്ടുന്നതാവട്ടെ, ഒറ്റക്ക് നിസ്കരിക്കുന്നതാവട്ടെ, ജമാഅത്തായി നിസ്കരിക്കുന്നതാവട്ടെ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും തക്ബീർ ചൊല്ലൽ മഹത്തായ സുന്നത്താണ്. ഈ തക്ബീറിന് മുഖയ്യദായ തക്ബീർ എന്നാണ് പറയുക. അപ്പോൾ പറഞ്ഞു വന്നത് തക്ബീറുകൾ രണ്ട് വിധം. ഒന്ന് മുർസലായ തക്ബീർ. മുർസലായ തക്ബീർ എന്ന് പറഞ്ഞാൽ അത് പെരുന്നാൾ ദിനത്തിന്റെ രാത്രി മഗ്രിബിയോട് കൂടെ, അതായത് പെരുന്നാൾ ദിനത്തിന്റെ തൊട്ട് മുമ്പുള്ള രാത്രി വരും. രാത്രിയാണല്ലോ ആദ്യം നമ്മൾ കണക്കൂട്ടുക. അപ്പൊ പെരുന്നാൾ രാവിലെ അത് മുതൽ ഇമാം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നത് വരെ ഏത് സമയത്തും എപ്പോഴും ചൊല്ലുന്ന തക്ബീർ, അത് മുർസലായ തക്ബീറാണ്. എന്നാൽ അറഫ ദിവസം സുബഹി നിസ്കരിച്ചത് മുതൽ അയ്യാമുത് തശ്രീഖിന്റെ ദിവസം അസ്ർ വരെ, അതായത് ദുൽഹിജ്ജ 13 വരെ, ഈ വർഷത്തെ പറയുകയാണെങ്കിൽ
ബുധനാഴ്ച സുബഹി നിസ്കരിച്ചത് മുതൽ വ്യാഴം, വെള്ളി, ശനി, ഞായർ, ഞായറാഴ്ച അസുർ വരെ ഉള്ള തക്ബീർ, അത് നിസ്കാരങ്ങൾക്ക് ശേഷം, അത് എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും അതിന് മുഖയ്യതായ തക്ബീർ എന്നാണ് പേര്. ആ തക്ബീർ ചൊല്ലൽ ശക്തിയായ സുന്നത്തുള്ളതാണ്. എന്നാൽ ഈ തക്ബീർ, അതായത് അറഫ ദിവസം സുബഹി നിസ്കരിച്ചത് മുതൽ, സുബഹി മുതൽ അയ്യാമു തശ്രീഖ് ദുൽഹിജ്ജ 13 അസ്ർ വരെ ചെല്ലുന്ന ഈ തക്ബീർ നിസ്കാരങ്ങൾക്ക് ശേഷം ചെല്ലുന്നതാണ്. ആ തക്ബീർ മുഖയ്യദ് എന്നറിയപ്പെടുന്നു. ഈ തക്ബീറുകൾ നിസ്കാരത്തിന് ശേഷം മറ്റു ദിക്റുകളും ദുആകളും ഒക്കെ ചെല്ലുന്നതിന്റെ മുമ്പ് ചെല്ലുകയാണ് വേണ്ടത്. അപ്പൊ നിസ്കാരം കഴിഞ്ഞ ഉടനെ, അത് ഫർളാവട്ടെ, ജമാഅത്താവട്ടെ, ഒറ്റക്ക് നിസ്കരിക്കുന്നതാവട്ടെ, മയ്യിത്ത് നിസ്കാരമാവട്ടെ, എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും മറ്റു സാധാരണ നാം ചെല്ലുന്ന സുബ്ഹാനല്ലാഹും ദിക്റുകളും ഒക്കെ ചെല്ലുന്നതിന്റെ മുമ്പ് ചൊല്ലലാണ് സുന്നത്ത്. തക്ബീർ ഏതാണ്? തക്ബീർ സാധാരണ നമ്മൾ ചെല്ലുന്നത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് നിർത്തിയിട്ടോ, അല്ലെങ്കിൽ റായിൽ ഒന്ന് കൊടുത്തുകൊണ്ട് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് ചൊല്ലണം. ചില ആൾക്കാരൊക്കെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു, റായിൽ ഫാത്തിഹ കൊടുത്തുകൊണ്ട് ചെല്ലുന്നത് കാണാം. അത് തെറ്റാണ്. പിന്നെ തക്ബീറിൽ തന്നെ അല്പം കൂടുതൽ ചെല്ലൽ സുന്നത്തുണ്ട്. അതെങ്ങനെ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ ചൊല്ലലും സുന്നത്തുണ്ട്. പിന്നെ നിസ്കാരം അത് കഴിഞ്ഞതിന് ശേഷം തക്ബീറിന്റെ കാര്യം അങ്ങനെയാണ്. എന്നാൽ പെരുന്നാൾ ദിവസത്തിൽ സാധാരണയുള്ളതാണ് ആശംസ നേരൽ. ഈദുക്കും മുബാറക്, അയ്യാമും സഈദ് എന്നൊക്കെ, തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നൊക്കെ പറഞ്ഞ് പെരുന്നാൾ ആശംസകൾ നേരൽ അനുവദനീയമാണ് എന്നല്ല. പെരുന്നാൾ ദിനം പരസ്പരം ഹസ്തദാനം ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പൊ പരസ്പരം കൈകൊടുത്തുകൊണ്ട് ഹസ്തദാനം ചെയ്ത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അയ്യാമുൻ സഈദ് കുല്ലു ആമിൻ വഅൻതും ബിഖൈർ എന്ന് തുടങ്ങിയതായ വാചകങ്ങൾ ഉപയോഗിക്കാം. എന്നാൽ പരസ്പരം ആശ്ലേഷിക്കുക, ചുംബനം ചെയ്യുക തുടങ്ങിയുള്ള കൈമാറ്റ രീതി സുന്നത്തില്ല. അപ്പൊ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ആലിംഗനം ചെയ്യുന്ന പരിപാടി സുന്നത്തില്ല. ഇസ്ലാമിൽ ആലിംഗനം ചെയ്യുന്നത് യാത്ര കഴിഞ്ഞു വരുന്ന യാത്രക്കാരനെയോ മറ്റോ ഒക്കെയാണ്. പെരുന്നാൾ നിസ്കാര ശേഷം ആലിംഗനം സുന്നത്തില്ല. കൈകൊടുത്തുകൊണ്ട് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും അയ്യാമുൻ സഈദ് തുടങ്ങിയത് മാത്രമാണ് സുന്നത്തുള്ളത് എന്നോർക്കണം. എന്നാൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഹസ്തദാനം നടത്തൽ അനുവദനീയവുമല്ല. പെരുന്നാളിന്റെ ദിനം ആഘോഷത്തിന്റെ ദിനമാണ്. സന്തുഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കുകയും കുടുംബ ബന്ധങ്ങളും അയൽപക്ക ബന്ധങ്ങളും പുതുക്കിയുമൊക്കെയാണ് പെരുന്നാൾ ആഘോഷിക്കേണ്ടത്. എന്നാൽ വിദേശത്ത് താമസിക്കുന്ന നമ്മളൊക്കെ തന്നെയും പലരും ഗാനമേളയും പാട്ടും കച്ചേരിയും ഒക്കെ നടത്തി ആഘോഷമാക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊക്കെ അനിസ്ലാമികമാണ്. അത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രവാസി സംഘടനകളൊക്കെ വിട്ടുനിൽക്കണം. പ്രത്യേകിച്ച്
ഇസ്ലാമിന്റെ പേരിൽ അറിയപ്പെടുന്നവരൊക്കെ വിട്ടുനിൽക്കണമെന്ന് സാന്ദർഭികമായി ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത് ശ്രവിക്കുന്നവരെ അറിയിക്കുകയാണ്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ട് തന്റെ നാടും വീടും ഉപേക്ഷിച്ചുകൊണ്ട് 4000 കിലോമീറ്റർ അപ്പുറത്തുള്ള മക്ക ബർമൂബിയിൽ തന്റെ പിഞ്ചോമന കുഞ്ഞിനെയും തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെയും കൊണ്ടുചെന്നാക്കി ത്യാഗം സഹിച്ചപ്പോ അവിടുത്തെ അനുയായികൾ എന്ന് പറയപ്പെടുന്ന നമ്മളൊക്കെ അത് അന്യ പെണ്ണുങ്ങളുടെ പാട്ടും കൂത്തുമൊക്കെയായി ഈ പുണ്യമാക്കപ്പെട്ട ദിനങ്ങൾ മോശമായി ചിത്രീകരിക്കാനും ആഘോഷിക്കാനും മുൻകൈയെടുക്കുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വഷളത്തരമാണ്, മഹാപാതകമാണ്. അതിന്റെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കാൻ മുന്നോട്ട് വരാതെ പകരം അതിൽ നിന്നൊക്കെ മാറി നിന്ന് നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നാമൊക്കെ സമയം കണ്ടെത്താമെന്ന് സാന്ദർഭികമായി ഉണർത്തിയതാണ്. അള്ളാഹു നല്ല കാര്യങ്ങളുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് ഉദഹിയത്തും വിതരണവും സംബന്ധിച്ച് നാളെ നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കേട്ട് എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.